മിശിഹായിലെ എനിക്കേറെ സ്നേഹമുള്ള അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, ശമാശന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ തുകറാന തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. തുകറാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ സർവ്വനന്മയും ദൈവാനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ സഭ പൗരസ്ത്യ സഭകളിലെ ഏറ്റവും സജീവവും അംഗസംഖ്യയിലെ ഉക്രൈനിയൻ സഭയെ പോലെ തന്നെ വളരെ വലുതുമാണ്. നമ്മുടെ സഭയ്ക്ക് കേരളത്തിലെ 13 രൂപതകളുണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ 18 രൂപതകളുണ്ട്. 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്തും ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ യൂറോപ്പിലും ഉണ്ട്. നമ്മുടെ സഭയുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ നന്മകളും പിതാവിൻ്റെ ആത്മസമർപ്പണവും നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. നമ്മുടെ സഭയുടെ സിനഡിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ചിട്ട് നമ്മുടെ സഭയ്ക്ക് ഏകദേശം ഈ വർഷത്തിലെ 283 നവവൈദികരുണ്ടായിട്ടുണ്ട്. 132 സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടി വ്രതവാഗ്ദാനം ചെയ്തവരുണ്ട്. 145 പേര് നിത്യവ്രതം ചെയ്തവരുണ്ട്. ഇതെല്ലാം നമ്മുടെ സഭയുടെ കെട്ടുറപ്പിൻ്റെയും വിശ്വാസ പ്രായോഗികമാക്കലിൻ്റെയൊക്കെ അടയാളങ്ങളാണ്. തോമാ ശ്ലീഹായുടെ പേര് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. അത് അറമായ ഭാഷയിൽ നിന്നാണ്. തെയോമ, അതിൻ്റെ ഗ്രീക്ക് തർജ്ജമയാണ് ദിദിമോസ്. ഈ വാക്കിൻ്റെ പദാനുപദമുള്ള അർത്ഥം ഇരട്ടപ്പെട്ടവരിൽ ഒന്നാണെന്നാണ്. അതുകൊണ്ട് തോമാ ശ്ലീഹ ഇരട്ടകളിലെ ഒരാളാണെന്ന് പറയുന്ന പാരമ്പര്യങ്ങളുണ്ട്. തോമാ ശ്ലീഹ 52 കൊടുങ്ങല്ലൂരിൽ വന്നു. 72 മൈലാപ്പൂര് രക്തസാക്ഷിത്വം വഹിച്ചു. തോമാ ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ നമുക്ക് സുപരിചിതമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പ്രവർത്തനം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തവും സജീവവുമായിട്ടുള്ള അടിത്തറ നൽകിയിട്ടുണ്ട്. തോമാ ശ്ലീഹായെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 സ്ഥലങ്ങളിലാണ് കണ്ടുമുട്ടുന്നത്. ആ 3 സ്ഥലങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ട് ധ്യാനപൂർവ്വം പഠിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ 3 മഹാ സാക്ഷ്യങ്ങളാണ്. തോമാ ശ്ലീഹ തൻ്റെടിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ തോമാ ശ്ലീഹ കർത്താവ് വന്നപ്പോൾ ഉണ്ടായില്ല, ശിഷ്യന്മാർ കർത്താവ് വന്നു എന്ന് പറഞ്ഞപ്പോൾ തോമാ ശ്ലീഹ പറഞ്ഞു, ഞാൻ കാണാതെ വിശ്വസിക്കില്ല. കർത്താവ് വന്നപ്പോൾ പൊതു ഞായറാഴ്ച തോമാ ശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഒരു കാരണം കൂടെ അതാണ്. തൻ്റെടിയായ തോമായെ കർത്താവ് അടുത്ത് വിളിച്ചു, തോമാ, നിൻ്റെ വാശി ഞാൻ നിറവേറ്റുന്നു. എൻ്റെ കരങ്ങൾ കാണുക, എൻ്റെ വിലാവ് കാണുക, നീ കണ്ടു വിശ്വസിക്കുക. എൻ്റെ കർത്താവ് ഒരു തിരുത്തൽ കൊടുത്തു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനം ഉണ്ടല്ലോ, നമ്മളത് തുടരണം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. തോമാ ശ്ലീഹായ്ക്കുള്ളതുപോലെ പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നാം കർത്താവിൻ്റെ വിലാവിലെ തിരുമുറിവുകളിലെ തൊട്ടവരാണെന്നുള്ള അനുഭവം നമ്മുടെ വിശ്വാസത്തിൻ്റെ സജീവമായ സാക്ഷ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവശ്വാസം പോലും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ഒരു സംഗീതമാണ്. തോമാ ശ്ലീഹയെ നമ്മൾ രണ്ടാമത് കണ്ടുമുട്ടുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ ആണ്.
വിശ്വാസം ഒരു പ്രായോഗികമാക്കലിൻ്റെ സാക്ഷ്യമാണെന്ന് തോമസ് ലീ അവിടെ പഠിപ്പിച്ചു. കർത്താവ് ജെറൂസലേമിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലെ പ്രധാനികളൊക്കെ പറഞ്ഞു, ശത്രുക്കൾ എനിക്ക് ഒരുപാട് അവിടെ ഉണ്ട്, തക്കം നോക്കി അവരിയ്ക്കുക, നിന്നെ കയ്യെ കിട്ടിയ ഒരു വിടേയില്ല. തോമ അവരിലെ ഒരു വ്യത്യസ്തത പുലർത്തിയ ആളാണ്. തൻ്റെടിയായി തോമ ചാടി വീണു പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നേ, നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. ഒരുപക്ഷെ സീറോ മലബാർ സഭ പ്രഥമ ക്രിസ്ത്യാനികളുടെ തോമസ് ലീഹായുടെ തിരുശേഷിപ്പാണ്. എന്തുകൊണ്ട് ഇത്രയേറെ മിഷണറിമാരെ ഉണ്ടായി എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. മിഷൻ പ്രവർത്തനത്തിലേക്ക് പാശ്ചാത്യ മിഷണറിമാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ ശക്തമായും സജീവമായിട്ട് പോയത് നമ്മുടെ സഭയുടെ മക്കളാണ്. ഒരുപാട് ലാറ്റിൻ രൂപതകളിൽ നമ്മുടെ സഭയുടെ മക്കള് സന്യാസ സമൂഹങ്ങളിൽ മെത്രാന്മാരായും വൈദികരായും സമർപ്പിതരായൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് ചിന്തിച്ചിട്ടില്ല. ഈ തോമസ് ലീഹായുടെ എടുത്തുചാട്ടമാണ്. നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. തോമസ് ലീഹയുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഞാൻ പലപ്പോഴും വിശ്വാസത്തിലെ ഒരു പ്രായോഗികത നമ്മൾ കണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് തന്ത്രപൂർവ്വം. നമ്മൾ പലപ്പോഴും വിശ്വാസം സൗകര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നടന്നൊരു പരിശ്രമമുണ്ട്. അതൊരിക്കലും നമ്മുടെ തോമസ് ലീഹായുടെ ശൈലിയല്ല. തൻ്റെ അടുത്തോടുകൂടെ കർത്താവിനെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. പ്രതിസന്ധികളൊക്കെ ധാരാളമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ തന്നെ സഭയുടെ മക്കൾ രക്തസാക്ഷികളായിട്ടുള്ളവരില്ലേ. മൂന്നാമതായിട്ട് തോമസ് ലീഹായെ നമ്മൾ കണ്ടുമുട്ടുന്ന രംഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലാണ്. തോമസ് ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എവിടേക്കാ പോണേ? നീ ഞങ്ങളിങ്ങനെ കഷ്ടത്തിലാക്കരുത്, നീ പോണ വഴി എവിടെയാണ്, എന്താണെന്ന് എൻ്റെ പ്ലാൻ? തോമ ചോദിച്ചപ്പോൾ കർത്താവ് സത്യം പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം തോമയ്ക്ക് മറുപടിയായിട്ട് കൊടുത്തു. തോമ, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും. സുവിശേഷം മുഴുവൻ ഒറ്റവാചകത്തിൽ അടക്കം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു തിരുശേഷിപ്പാണത്. തോമ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മളെ മാർഗവാസികൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് കുറ്റപ്പേരല്ല, അത് കില്ലപ്പേരല്ല. മാർഗത്തെ കൂടെ നടന്നവര് മാർഗവാസികൾ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണത്. നമ്മൾ മാർഗത്തെ ചരിക്കുന്നവരാകണം. നമ്മുടെ മാർഗം വിശ്വാസത്തിൻ്റെ മാർഗമാണ്. ഞാൻ അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്നൊരു അവലാതി നിങ്ങളോട് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ മാർഗങ്ങൾ വിട്ട് നമ്മൾ ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കുകയാണ്, ബൈപ്പാസുകൾ ഉണ്ടാക്കുകയാണ്. ഞാൻ വളരെ ചെറുപ്പം തുടങ്ങി വീട്ടിൽ പരിശീലിച്ചൊരു കാര്യമുണ്ട്, കൊന്ത നമസ്കാരം മുട്ടുകുത്തി ചെല്ലണം. ഒരിക്കലും കാർന്നോമാർ സമ്മതിക്കില്ലായിരുന്നു. കൊന്ത നമസ്കാരം കഴിഞ്ഞിട്ടിരിക്കാം. ഞാനിത് പറയുന്നത് ഷോർട്ട് കട്ടുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സുഖസൗകര്യങ്ങൾ കൊണ്ട് സമ്പന്നമാക്കും. പക്ഷെ അത് ഒരു വഴിതെറ്റലിൻ്റെ കുടികയറ്റമാണ്. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. നമ്മുടെ പഴമ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ, നമ്മൾ പാലിക്കേണ്ട ജീവിത മൂല്യങ്ങൾ, ഇവിടെ ഒന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കാൻ നമ്മുടെ പിതാവിൻ്റെ ഓർമ്മ നമ്മെ ബലപ്പെടുത്തട്ടെ. ധാരാളം ദൈവവിളികൾ നമുക്ക് വേണം എല്ലാ ജീവിതാവസ്ഥകളിലേക്കും. സമർപ്പിത ജീവിതവും വൈദിക ജീവിതവും കുടുംബ ജീവിതവും ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദുഹ്റാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ സഭയ്ക്കുണ്ടായിട്ടുള്ള വളർച്ച, സഭാത്മകമായിട്ടുള്ള വളർച്ച വളരെ വലുതാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നമ്മളൊരു സിൻഡ്രൽ ചർച്ച ആയ ശേഷം ഞങ്ങൾ പിതാക്കന്മാർ 2 പ്രാവശ്യം വർഷത്തിൽ ഒന്നിച്ചു കൂടുന്നു, ജാനുവരിയിലും ഓഗസ്റ്റിലും. നമ്മുടെ സഭ രൂപതകളിൽ നിന്ന് സഭാത്മക കൂട്ടായ്മയിലേക്ക് ഇനിയും വളരേണ്ടതുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് എല്ലാ കാര്യത്തിലും, നമ്മുടെ കൂടിവരവുകളിലും നമ്മുടെ പങ്കുവെപ്പുകളിലൊക്കെ ഇതുണ്ടാകണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമുക്ക് സുശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള രൂപതകളുണ്ട്, സന്യാസമൂഹങ്ങളുണ്ട്.
എന്നാൽ ബലക്കുറവുള്ള രൂപതകളുമുണ്ട്. ഇവിടെയൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരരൂപി, അത് തോമസ് ലീഹായുടെ തിരുനാൾ ദിവസം നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്, ആത്മാശോധന വിഷയമാക്കേണ്ടതാണ്. നമുക്ക് ഒരുപാട് വളർച്ച വന്നു, പക്ഷെ ഇനി ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മ ഒരിക്കലും നഷ്ടപ്പെടാനോ ഇടയാക്കരുത്. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ശക്തവും വളരെ സജീവവുമായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് പരസ്പരം കരം കൊടുക്കാം. തോമസ് ലീഹ നമുക്ക് മാതൃകയാണ്, നമുക്ക് മധ്യസ്ഥനാണ്. ആമേൻ.